കുറച്ച് സോപ്പിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ശംഖുപുഷ്പം, ഞവരയില, കപ്പയ്ക്ക, ഓറഞ്ച്, പിന്നെ സൺ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സോപ്പിന് ഓർഡർ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഇപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെയാണ്. മറ്റേ ഓറഞ്ചിൻ്റെയും കപ്പയ്ക്കയുടെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വെപ്രാളം കൊണ്ടതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ദാ ശംഖുപുഷ്പത്തിൻ്റെയാണ്. ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോൾ ഇത് പറയേണ്ടത് കാര്യമൊന്നും ഇല്ലല്ലോ. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളത് അതല്ല. ഞാനിപ്പോൾ അതിൻ്റെ പൂ ഉണക്കി വെച്ച് ദിവസവും രാത്രിയിലും രാവിലെ വെള്ളം കുടിക്കുന്നുണ്ട്. വായുവിൻ്റെ ശല്യമേ ഇല്ല. ഇപ്പോൾ ഏത് സാധനം വേണമെങ്കിലും എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ വെള്ളം കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ വരുന്ന ഞവരയിലയുടെയാണ്. ഞവരയിലയുടെ സോപ്പിന് കുറച്ച് മണവേ ഒഴിച്ചിട്ടുള്ളൂ. പൊതുവേ അതിന് നല്ലൊരു മണമുണ്ട്. ഞവരയിലയുടെ സോപ്പ് മണമുള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ നമുക്ക് ഒഴിച്ചിട്ടുള്ളൂ. അത് ഞവരയിലയുടെ സോപ്പാണ്. മറ്റേ കപ്പയ്ക്കയുടെയൊക്കെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കപ്പയ്ക്കയുടെ സോപ്പൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. കപ്പയ്ക്കയുടെയൊക്കെ സോപ്പ് വൈറ്റമിൻ എ അല്ലേ, അതിൻ്റെ എണ്ണ കൊണ്ടാണ് ഞാൻ ആ സോപ്പ് ഉണ്ടാക്കുന്നത്. ഞവരയിലയുടെ ഇതിനകത്ത് ഞാൻ അലോവേരയുടെ എണ്ണ ഉപയോഗിച്ച്, പിന്നെ ഇതും ഉണ്ട്, അലോവേരയുടെ സോപ്പും ഉണ്ട്. അതിനകത്ത് അലോവേരയും പിന്നെ അലോവേരയുടെ ഓയിലും കൂടി ചേർത്താണ് ആ സോപ്പ് ഉണ്ടാക്കിയത്. ഉണ്ട് ഇതിനകത്ത് പപ്പായ സോപ്പുണ്ട്. നോക്ക്, ആ റോസ് കളറിൽ ഇരിക്കുന്ന പപ്പായ സോപ്പാണ്. ബീറ്റ്റൂട്ട്, റോസാപ്പൂവിൻ്റെ ഉണ്ട്, പ്രകാശത്തിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ ഉണ്ട്, ഓറഞ്ചിൻ്റെ ഉണ്ട്. ഇത് ഇത്രയും സോപ്പാണ്. നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്കിവിടം വരെ എത്താൻ സാധിച്ചത്.